സഹോദരീ സഹോദരന്മാരെ, വിശ്വമാനവികതയ്ക്ക് വേദവെളിച്ചം എന്ന സന്ദേശത്തോടെയാണ് മുജാഹിദിൻ്റെ ഈ 10ാം സംസ്ഥാന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. മാനവികതയുടെ സന്ദേശം സമൂഹവുമായി പങ്കുവച്ചവയാണ് നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. അവ തുടങ്ങിയത് കേരളീയ സമൂഹത്തിലെ ഏതെങ്കിലുമൊക്കെ വിഭാഗങ്ങളിൽ ആവാമെങ്കിലും സ്വാധീനിച്ചത് എല്ലാ വിഭാഗങ്ങളെയുമാണ്. ഇതുപോലെ ഒരു സമ്മേളനത്തിൽ സംബന്ധിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ നവോത്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് തുടക്കം കുറിച്ച മുസ്ലിം ഐക്യസംഘത്തെയും അതിൻ്റെ ആദ്യ രൂപമായിരുന്ന നിഷ്പക്ഷ സംഘത്തെയും നദ്വത്തുൽ മുജാഹിദിനെയുമൊക്കെ പരാമർശിക്കാതിരിക്കാനാവില്ല. അവയുടെയെല്ലാം സ്വാധീനം നമ്മുടെ ഈ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിലല്ല, എല്ലാ മേഖലയിലും ഉണ്ട്. മുസ്ലിങ്ങളുടെ ഇടയിൽ നവോത്ഥാനപരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചവരെയെല്ലാം ഈ ഘട്ടത്തിൽ സ്മരിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിന് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഊന്നൽ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് അടിത്തറ പാകിയ ചാലിലകത്ത് കുഞ്ഞമ്മദ് ഹാജി, മൗലാന അബ്ദുൽ സഹാബ് അഹമ്മദ് അലി സാഹിബ്, തങ്ങൾ കുഞ്ഞ് മുസ്ലിയാർ എന്നിവരെയെല്ലാം ഈ ഘട്ടത്തിൽ സ്മരിക്കേണ്ടതാണ്. ഈ നവോത്ഥാന മുന്നേറ്റത്തിൻ്റെ ചുവടുപിടിച്ചാണ് മുസ്ലിം ജനവിഭാഗങ്ങൾ സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായത്. എന്നാൽ മലബാർ കാർഷിക കലാപത്തെ പോലെയുള്ള അത്തരം പ്രക്ഷോഭങ്ങളെയും വാഗൺ ട്രാജഡിയെപ്പോലുള്ള സംഭവങ്ങളെയും അവയിലുൾപ്പെട്ട രക്തസാക്ഷികളെയും വാര്യംകുന്നത്ത് കുഞ്ഞാമദ് ഹാജിയും ആലി മുസ്ലിയാരുമടക്കമുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാളികളെയും എല്ലാം നമ്മുടെ സാമ്രാജ്യത്വ വിരുദ്ധ സമര ചരിത്രത്തിൽ നിന്ന്, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റുന്ന സമീപനമാണ് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്നവർ ഇന്ന് കൈക്കൊള്ളുന്നത്. ചരിത്രത്തെ അവർ അവരുടെ വഴിക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്, വർഗീയവൽക്കരിക്കുകയാണ്, വികലമാക്കുകയാണ്. എന്നാൽ ചരിത്രം മതനിരപേക്ഷമാവണം എന്നതാണ് പൊതുവെ നമ്മുടെ നിലപാട്. വെട്ടിമാറ്റപ്പെടുന്ന ഇത്തരം ചരിത്ര വസ്തുതകൾ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കണം എന്നതാണ് കേരള സർക്കാരിൻ്റെ നയം. 1921 മലബാർ കലാപത്തിൻ്റെ 25ാം വാർഷികത്തിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഒരു പ്രമേയം
അംഗീകരിച്ചിരുന്നു. മലബാർ കലാപം ആഹ്വാനവും താക്കീതും എന്നതായിരുന്നു അതിൻ്റെ പേര്. അതിൻ്റെ അടിസ്ഥാനത്തിൽ EMS അതേ ശീർഷകത്തിൽ ദേശാഭിമാനിയിൽ ഒരു ലേഖനമെഴുതി. അത് പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് ദേശാഭിമാനിയെ സാമ്രാജ്യത്വം വിലക്കി എന്നത് ചരിത്രമാണ്. എന്തുകൊണ്ടാണ് വിലക്കിയത്? സാമ്രാജ്യത്വം ജനതയെ ഭിന്നിപ്പിച്ച് വിരുദ്ധ ചേരിയിലാക്കി തമ്മിൽ പൊരുതിക്കാൻ വർഗീയതയെ ഉപയോഗിക്കുന്നുവെന്ന് പറഞ്ഞതിന്. വർഗീയത ഏതൊക്കെ ഘട്ടങ്ങളിൽ ഏതൊക്കെ വിധങ്ങളിൽ ഉപയോഗപ്പെട്ടിരിക്കുന്നു, അതിനെതിരെ നാം കരുതിയിരിക്കണം. മലബാർ കലാപത്തെ തുടർന്ന് വെള്ളക്കാരും വേണ്ട, വെള്ളക്കാരൻ്റെ ഭാഷയും വേണ്ട എന്നൊരു ചിന്താഗതി ഈ പ്രദേശങ്ങളിൽ രൂപപ്പെട്ടിരുന്നു. 1957 EMS മന്ത്രിസഭ വന്നപ്പോഴാണ് ഇംഗ്ലീഷ് ഭാഷാ പഠനം കൂടി വേണമെന്ന നില വന്നത്. അന്നൊക്കെ PSC വഴി നിയമനം നടത്തുന്ന മിക്ക തസ്തികകളിലേക്കും മുസ്ലിങ്ങളെ കിട്ടാനില്ലായിരുന്നു. സംവരണമുണ്ടായിട്ടും ആളെ കിട്ടാനില്ലാത്തതുകൊണ്ട് നിയമനം നടത്താനാവാത്ത നില. ലാസ്റ്റ് ഗ്രേഡിലൊക്കെ ആളുകളെ കിട്ടൂ എന്ന നില. ഈ നില മാറ്റിയെടുക്കുന്നതിൽ പിന്നീട് വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പുരോഗതി, സാർവത്രികമായി വിദ്യാഭ്യാസം കൊണ്ടുവരുന്നതിന് സ്കൂളുകൾ സ്ഥാപിച്ചതും മറ്റും വലിയ പങ്കുവഹിച്ചു. അതേപോലെ തന്നെ അന്നത്തെ EMS സർക്കാർ നടപ്പാക്കിയ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം സാധാരണക്കാരായ മുസ്ലിം കർഷകർക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. ആ കാലത്ത് ധാരാളം മുസ്ലിം കർഷകർ മറ്റു വിഭാഗങ്ങളെപ്പോലെ തന്നെ ഇതിൻ്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കുന്ന വിഭാഗത്തിൽ പെടുമായിരുന്നു. ഒന്നും ചെയ്യാനാവാതെ ഉള്ള ഭൂമി ഉപേക്ഷിച്ചു പോകേണ്ട അവസ്ഥയാണ് ആ കാലത്തുണ്ടായിരുന്നത്. എന്നാൽ കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം സാധാരണക്കാരായ എല്ലാവർക്കും ആശ്വാസം നൽകുകയാണുണ്ടായത്. പിന്നീട് ഭൂപരിഷ്കരണം നടപ്പാക്കിയതോടെ 10,000-കണക്കിന് കർഷകർക്ക് ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശം ലഭിച്ചു. ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ പ്രധാനമായും അതിന് നേട്ടം ലഭിച്ചത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്കായിരുന്നു. നല്ല തോതിൽ കാർഷിക രംഗത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നവരായിരുന്നു അവർ. രണ്ടാം EMS മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോഴാകട്ടെ ഈ പ്രദേശങ്ങളുടെ സമുദ്ധാരണത്തിനും വികസനത്തിനുമായി മലപ്പുറം എന്ന പുതിയൊരു ജില്ല തന്നെ പ്രഖ്യാപിക്കുന്ന അവസ്ഥ വന്നു. ഇത്തരത്തിൽ പുരോഗമനപരമായ ഒട്ടേറെ ഇടപെടലുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ തുടർച്ച ഉറപ്പുവരുത്തിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ന്യൂനപക്ഷ ക്ഷേമത്തിനായി ഇപ്പോഴത്തെ സംസ്ഥാന ബജറ്റിൽ 74 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ത്രിവത്സര പോളിടെക്നിക് കോളേജുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ്
CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ്, അസാപ്പ് മുഖേനയുള്ള നൈപുണ്യ പരിശീലന പദ്ധതി, ഇങ്ങനെ നിരവധി പദ്ധതികളാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനത്തിനും ശേഷി വികസനത്തിനുമായി നടപ്പാക്കുന്നത്. ഇമ്പിച്ചി ബാവ ഭവന നിർമ്മാണ പുനരുദ്ധാരണ പദ്ധതിയെപ്പോലെയുള്ള ക്ഷേമ ഇടപെടലുകളും സംസ്ഥാന ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷനിലൂടെ നടപ്പാക്കുന്ന പദ്ധതികളും എല്ലാം തുറന്നു കൊണ്ടുപോവുകയാണ്. ഇതെല്ലാം ചെയ്യുന്നത് സാമൂഹ്യനീതി അധിഷ്ഠിതമായ സമഗ്രമായ വികസനം ഉറപ്പുവരുത്താനാണ്. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ജീവിതാവസ്ഥകളെക്കുറിച്ചുള്ള ഏറ്റവും സമഗ്രമായ പഠനം സച്ചാർ കമ്മിറ്റിയുടേതായിരുന്നു. അതിൽ കൃത്യമായി രാജ്യത്തെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെ അതിജീവിക്കാൻ വേണ്ട സഹായങ്ങൾ മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് ലഭ്യമാക്കുക എന്നത് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്. നിർഭാഗ്യവശാൽ കേന്ദ്ര സർക്കാർ ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്ന് മാത്രമല്ല, അതിന് സഹായകമായി ഏർപ്പെടുത്തിയിരുന്ന പദ്ധതികൾ ഇല്ലാതാക്കുകയാണ്. മൗലാന ആസാദ് നാഷണൽ ഫെലോഷിപ്പ് തന്നെ ഉദാഹരണം. സച്ചാർ കമ്മിറ്റി നിർദ്ദേശിച്ച തുല്യ അവസര കമ്മീഷൻ ഇനിയും യാഥാർത്ഥ്യമായിട്ടില്ല. ഇത്തരമൊരു പൊതുദേശീയ സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷയും ന്യൂനപക്ഷങ്ങളുടെ ഉന്നതിയും ഉറപ്പുവരുത്തുകയാണ് കേരളത്തിൽ സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. അത് ഞങ്ങളുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമായാണ് കാണുന്നത്. അതിനെ എത്രമാത്രം വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചാലും സാമൂഹ്യനീതി മുൻനിർത്തിയുള്ള അത്തരം പ്രവർത്തനങ്ങളുമായി കേരളത്തിലെ സർക്കാർ മുന്നോട്ട് തന്നെ പോകുമെന്ന് ഉറപ്പു നൽകുകയാണ്. മാനവിക മൂല്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ സാമൂഹ്യനീതി ഉറപ്പുവരുത്താൻ കഴിയൂ. നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഊന്നൽ തന്നെ സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്നതിലായിരുന്നു. അതിനുള്ള ഉപാധിയായാണ് അവ വിദ്യാഭ്യാസത്തെ കണ്ടത്. അറിവുകൾ കൈമാറ്റം ചെയ്യപ്പെടുകയും അവയെ വിമർശനാത്മകമായി സമീപിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. വിവരങ്ങളെ വിമർശനാത്മകമായി സമീപിക്കുന്ന ചിന്താഗതിയിൽ നവോത്ഥാനത്തിൻ്റെ അംശം അടങ്ങിയിട്ടുണ്ട്. അതിനെ ശക്തിപ്പെടുത്തേണ്ട ഘട്ടമാണിത്. കഴിഞ്ഞ ദിവസമാണ് ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായത്. ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച മതപണ്ഡിതന്മാരും അതിൽ പങ്കെടുത്തിരുന്നു. പരസ്പരം മനസ്സിലാക്കാനും സംശയ നിവാരണം വരുത്താനുമുള്ള ഒരു മഹത്തായ ശ്രമമായിരുന്നു അത്. ആ സമ്മേളനം സംഘടിപ്പിച്ച ശ്രീനാരായണ ഗുരു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ തന്നെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് അത് നടത്തപ്പെടുന്നത് എന്ന് വ്യക്തമാക്കിയിരുന്നു. ആശയങ്ങൾ മനസ്സിലാക്കാനും പങ്കുവെക്കാനുമുള്ള വേദിയായിരുന്നു അത്. ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇത്തരം പ്രക്രിയകളുടെ അവിഭാജ്യ ഘടകങ്ങളാണ് ചോദ്യങ്ങളും മറുപടികളും നിരീക്ഷണങ്ങളും വ്യാഖ്യാനങ്ങളുമെല്ലാം. ലോകചരിത്രത്തിൽ എല്ലാ വിശ്വാസ സംഹിതകളും എല്ലാ മതങ്ങളും ഇത്തരം പ്രക്രിയകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അതിൻ്റെ ഫലമായി മതങ്ങളിൽ തന്നെ
പല ശാഖകൾ രൂപപ്പെടുകയോ പുതിയ മതങ്ങൾ രൂപപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഭക്തി പ്രസ്ഥാനം, സൂഫി പ്രസ്ഥാനം, സിഖ് മതം ഇവയെല്ലാം ഇതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ കത്തോലിക്ക, ഓർത്തഡോക്സ്, പ്രൊട്ടസ്റ്റൻ്റ് തുടങ്ങിയ പാരമ്പര്യങ്ങൾ, മുസ്ലിങ്ങളുടെ ഇടയിൽ സുന്നി, ഷിയ, ഇസ്മായിലി, മുജാഹിദ് തുടങ്ങിയ ശാഖകളൊക്കെ ഈയൊരു പ്രക്രിയയുടെ ഭാഗമായി ഉത്ഭവിച്ചവയാണ്. എന്നാൽ ഇന്ന് മതങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതോ വിശദീകരണങ്ങൾ തേടുന്നതോ നിരീക്ഷണങ്ങൾ നടത്തുന്നതോ എല്ലാം മതത്തെ വെല്ലുവിളിക്കുന്ന പ്രവൃത്തിയായാണ് പലരും കാണുന്നത്. മതങ്ങൾക്കും അവ ഉൾക്കൊള്ളുന്ന സന്ദേശങ്ങൾക്കും ഇത്തരം സങ്കുചിത ചിന്താഗതികൾക്കപ്പുറമുള്ള വ്യാപ്തിയുണ്ട് എന്നത് പലരും മറന്നുപോകുന്നു. മനുഷ്യനെ നന്മയുടെ വഴിയിലൂടെ മുന്നോട്ട് നടത്താൻ വ്യത്യസ്ത കാലഘട്ടങ്ങളിലും വിവിധ സമൂഹങ്ങളിലും രൂപപ്പെട്ടവയാണ് വിശ്വാസങ്ങളും മതങ്ങളും. എല്ലാ മതങ്ങളും ബഹുസ്വരതയെ ഉൾക്കൊള്ളുന്നു എന്നതാണ് വിവിധ മതങ്ങളിലെ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളും അവയ്ക്കിടയിലെ വിഭിന്ന വീക്ഷണങ്ങളും വ്യക്തമാക്കുന്നത്. ആ ബഹുസ്വരതയുടെ ഒരു ഉദാഹരണമാണ് സലഫി പ്രസ്ഥാനങ്ങളും മുജാഹിദ് എന്ന സംഘടനയുമെല്ലാം. ബഹുസ്വരതയെ ഉൾക്കൊള്ളും തന്നെ ഒന്നു മാത്രമാണ് ശരി എന്ന ചിന്തയ്ക്കെതിരാണ്. ഒന്നു മാത്രമാണ് ശരി എന്ന ശാഠ്യം ലോകത്ത് ഒരു വിശ്വാസ സംഹിതയും ഉയർത്തിപ്പിടിക്കുന്നില്ല. ശാസ്ത്രം പുരോഗമിക്കുകയും ലോകം വികസിക്കുകയും ചെയ്യുമ്പോൾ ഒരു വിശ്വാസ സംഹിതക്കും അതിസങ്കുചിതത്വത്തിൻ്റെ തടവറയിൽ അകപ്പെട്ടു പോകാൻ കഴിയുകയില്ല. പുതിയ അറിവുകളിലൂടെ ലോകം വിശാലമാവുകയാണ്. അങ്ങനെ ലോകം വിശാലമാകുമ്പോൾ മനുഷ്യരുടെ മനസ്സുകളും മതങ്ങളും എല്ലാം വിശാലമാകണം. അതുകൊണ്ട് തന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച മൂല്യങ്ങൾക്ക് എപ്പോഴെങ്കിലും കോട്ടം വന്നിട്ടുണ്ടോ എന്നത് നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പാരമ്പര്യമുള്ള എല്ലാ സംഘടനകളും സ്വയം വിമർശനപരമായി പരിശോധിക്കേണ്ടതുണ്ട്. നവോത്ഥാന മൂല്യങ്ങൾ ഉൾക്കൊണ്ട് സമൂഹത്തിൻ്റെ ആകെ പരിഷ്കരണത്തിനായി ഇറങ്ങിപ്പുറപ്പെട്ട പല പ്രസ്ഥാനങ്ങളും കേവലം സമുദായ സംഘടനകളായി ചുരുങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതാകട്ടെ യാഥാസ്ഥികത വളരാൻ കാരണമാകുന്നു. അതുണ്ടായിക്കൂടാ. യാഥാസ്ഥികതയ്ക്ക് പകരം പുരോഗമനാശയങ്ങൾ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ നവോത്ഥാനം എന്ന തുടർ പ്രക്രിയയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. സ്ത്രീകളുടെ വിമോചനമെന്ന നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ കാഴ്ചപ്പാടിനെയും കാലാനുസൃതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഇതൊക്കെ ഉറപ്പുവരുത്താൻ നിങ്ങളുടേതുപോലെ നവോത്ഥാന പാരമ്പര്യമുള്ള സംഘടനകൾക്ക് കഴിയേണ്ടതുണ്ട്. ചരിത്രത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പുതിയ ശക്തികൾ ഉയർന്നു വരികയും ലോകത്ത് ആധിപത്യമുറപ്പിക്കുകയും ചെയ്തത് സൈനിക ബലത്തിലൂടെ മാത്രമല്ല, അറിവും വിജ്ഞാനവും വിതരണം ചെയ്തും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ മുന്നേറ്റങ്ങളെ പ്രയോജനപ്പെടുത്തിയുമാണ് രാഷ്ട്രങ്ങൾ മുന്നേറിയിട്ടുള്ളത്. ആർക്കാണോ കൂടുതൽ അറിവ് ഉൽപ്പാദിപ്പിക്കാനും പ്രയോഗിക്കാനും കഴിയുക, അവർക്ക് മേധാവിത്വം സ്ഥാപിക്കാൻ കഴിയും എന്ന ചരിത്ര യാഥാർത്ഥ്യം നാം കാണേണ്ടതുണ്ട്. അതുകൊണ്ട് അറിവിൻ്റെ ഉൽപ്പാദനവും വിനിമയവുമായി ബന്ധപ്പെട്ട
മേഖലകളിൽ ഇടപെടാത്ത ഒരു സമൂഹത്തിനും ആധുനിക ലോകത്ത് മുന്നോട്ട് പോകാനാവില്ല. മുസ്ലിം വിഭാഗങ്ങളിലേതുൾപ്പെടെ കേരളത്തിലെ നവോത്ഥാന നായകന്മാർ എല്ലാവരും നമ്മെ ഓർമ്മിപ്പിക്കുന്നതും ഇതുതന്നെയാണ്. ആ സന്ദേശം ഉൾക്കൊണ്ട് കേരളത്തെ വിജ്ഞാന സമ്പദ്ഘടനയായും നൂതനത്വ സമൂഹമായും പരിവർത്തിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മുടെ നാടിനെ മധ്യവരുമാന വികസിത രാജ്യങ്ങൾക്ക് സമാനമാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. അത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ശാന്തിയും സമാധാനവും സംരക്ഷിക്കപ്പെടണം. അത് കൂടുതൽ മെച്ചപ്പെടുത്താനാവണം. വ്യത്യസ്ത മതവിശ്വാസങ്ങളും ജനവിഭാഗങ്ങളും ഉള്ള നാടാണ് നമ്മുടേത്. നമ്മുടെ നാട്ടിലെ ശാന്തിയും സമാധാനവും മെച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മതനിരപേക്ഷത ഒരു പോറലുമേൽക്കാതെ സംരക്ഷിക്കപ്പെടണം. മതനിരപേക്ഷത സംരക്ഷിക്കാൻ മതരാഷ്ട്രവാദികളെ അകറ്റി നിർത്തേണ്ടതുണ്ട്. അതിനുതകുന്ന ഇടപെടലുകളാണ് ഇതുപോലുള്ള സമ്മേളനങ്ങളിൽ ഉണ്ടാകേണ്ടത്. മതനിരപേക്ഷത ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളിലൊന്നാണ്. എന്നാൽ ഇന്നത്തെ ഇന്ത്യയിൽ അധികാരികൾ തന്നെ അതിനെ അട്ടിമറിക്കുന്ന വിധത്തിൽ മതവും രാഷ്ട്രവും തമ്മിലുള്ള വേർതിരിവ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. മതപരമായ ചടങ്ങുകളിലും ആരാധനാലയങ്ങളുടെ ഉദ്ഘാടനത്തിലുമെല്ലാം ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവർ മുഖ്യ കാർമ്മികരാവുന്നത് നാം കാണുകയാണ്. ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഇത് ആശങ്ക ഉയർത്തുന്നു. ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ നമ്മുടെ കേരളത്തിൽ പോലും ഭൂരിപക്ഷ വർഗീയ ശക്തികൾ ശത്രുക്കളായി കരുതുന്ന വിഭാഗങ്ങളിലെ ചില നേതാക്കൾ വരെ മുന്നോട്ട് വരുന്നു എന്നത് പരിതാപകരമായ കാര്യമാണ്. പൗരത്വം നൽകുന്നതിന് മതവിശ്വാസം ഒരു ഘടകമാക്കിയും വ്യക്തി നിയമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഒരു മതത്തിൽപ്പെട്ടവർക്ക് മാത്രം ക്രിമിനൽ കുറ്റമാക്കിയും വൈവിധ്യങ്ങളെ ഏകദാനത കൊണ്ട് പകരം വെക്കാനുള്ള നിയമങ്ങൾ നടപ്പാക്കിയുമെല്ലാം തീവ്ര മതാത്മകതയും തീവ്ര ദേശീയതയും പ്രചരിപ്പിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഇടയിൽ രാജ്യത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങൾ, ജനങ്ങളുടെ ജീവനും ജീവനോപാധികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇവയെല്ലാം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നു. 121 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ, നമ്മുടെ മഹത്തായ രാജ്യം, 107-ാം സ്ഥാനത്താണ്. 121-ൽ 107-ാമത്തെ സ്ഥാനം. 191 രാജ്യങ്ങൾ ഉൾപ്പെട്ട മാനവ വികസന സൂചികയിൽ നമ്മുടെ സ്ഥാനം 132-ാം സ്ഥാനത്താണ്. സാമ്പത്തിക അസമത്വ സൂചികയിൽ 161 രാജ്യങ്ങളുടെ പട്ടിക, അതിൽ 123-ാമതാണ് നമ്മൾ. ആരോഗ്യമേഖലയിലെ പണവിനിയോഗത്തിലാവട്ടെ 157-ാം സ്ഥാനത്താണ് നാം. അക്കാര്യത്തിൽ ഇന്ത്യക്ക് പിന്നിൽ 4 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്തരം പിന്നോക്കാവസ്ഥകളിൽ നിന്ന് കരകയറാനുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാതരം സാമൂഹിക ഇടപെടലുകളിൽ നിന്നും യൂണിയൻ സർക്കാർ പിൻവാങ്ങുകയും ചെയ്യുന്നു. അതേസമയം സാമൂഹ്യ മേഖലകളിൽ കാര്യക്ഷമമായി ഇടപെടുന്ന സംസ്ഥാന സർക്കാരുകളെ അവർ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നു. സാമ്പത്തിക രംഗത്ത് മുതൽ
വിദേശകാര്യ രംഗത്ത് വരെയും മതനിരപേക്ഷതയിലെ വിട്ടുവീഴ്ച മുതൽ സാമ്രാജ്യത്വ അനുകൂല വ്യഗ്രതകളിൽ വരെയും ഉള്ള നയവൈകല്യങ്ങളുടെ ദുരന്ത ഫലങ്ങൾ പ്രകടമാണ്. ഈ പ്രക്രിയയിൽ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പരമാധികാരം മുതൽ രാഷ്ട്രീയ പരമാധികാരം വരെ അപകടത്തിലാവുകയാണ് എന്നത് നാം തിരിച്ചറിയണം. മതത്തെയും രാഷ്ട്രീയത്തെയും പൂർണ്ണമായി വേർതിരിച്ചു നിർത്തുന്ന രാഷ്ട്രങ്ങളാണ് മാനവ വികസന സൂചികകളിൽ ആഗോളതലത്തിൽ തന്നെ ഇന്നുയർന്നു നിൽക്കുന്നത്. ഇത് നമുക്കെല്ലാം ഒരു പാഠമായിരിക്കണം. എന്നാൽ മതനിരപേക്ഷതയുടെ ഈറ്റില്ലമായി പേരുകേട്ട ഇന്ത്യയിൽ ഇന്ന് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം മതങ്ങളുടെ പേരിൽ മനുഷ്യനെ വിഭജിക്കാനും തമ്മിലടിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതേസമയം തന്നെ ആഗോളതലത്തിൽ വ്യത്യസ്ത മതങ്ങൾ തമ്മിൽ സംവാദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഇടനാഴികൾ തുറക്കപ്പെടുന്നുണ്ട്. അത്തരമൊരു ഇടനാഴിയാണ് 2019 അബുദാബിയിലെ ഗ്രാൻഡ് ഇമാം മുഹമ്മദ് അൽ തയ്യിബും ആഗോള ക്രൈസ്തവ സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പയും സംയുക്തമായി പുറത്തിറക്കിയ ഒരു രേഖ. മനുഷ്യ സാഹോദര്യത്തിനായി തയ്യാറാക്കിയ രേഖയിൽ പറയുന്നത്, മതങ്ങൾ ഒരിക്കലും യുദ്ധത്തിനോ വെറുപ്പിൻ്റെ മനോഭാവത്തിനോ പകക്കോ തീവ്രവാദത്തിനോ അക്രമത്തിനോ രക്തച്ചൊരിച്ചിലിനോ പ്രേരിപ്പിക്കരുത് എന്നും അവ മതപരമായ പഠിപ്പിക്കലിൽ നിന്നുള്ള വ്യതിയാനമാണ് എന്നുമാണ്. ഒരു പടി കൂടി കടന്ന് മതങ്ങളുടെ രാഷ്ട്രീയമായ ദുരുപയോഗമാണ് അതിനൊക്കെ കാരണമാകുന്നത് എന്നും ആ പ്രസ്താവനയിൽ പറഞ്ഞു. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ലോകത്തിനാകെ എന്ന പോലെ തന്നെ ഇന്ത്യക്കും കേരളത്തിനും സവിശേഷമായി പ്രയോജനപ്രദമാകുന്ന ഉദ്ബോധനമാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യ സാഹോദര്യം ഊട്ടിയുറപ്പിക്കുന്നതും സമാധാനം സ്ഥാപിക്കുന്നതുമായ പ്രവർത്തനങ്ങളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഏറ്റെടുക്കാനുള്ളത്. ഭിന്നിപ്പിൻ്റെ ശക്തികൾ ഒന്നിച്ചു നിൽക്കേണ്ടവരെ പോലും ഭിന്നിപ്പിക്കും എന്നതും നാം തിരിച്ചറിയണം. അതാണ് നിലനിൽപ്പിനുള്ള അവരുടെ തന്ത്രം. ആ തന്ത്രത്തെ തിരിച്ചറിയാനും ചെറുക്കാനും കഴിയണം. എന്നാൽ നിർഭാഗ്യവശാൽ ആ തന്ത്രത്തിന് കൂടുതൽ പ്രചാരവും സ്വീകാര്യതയും ഉറപ്പാക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ ചില കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാവുന്നു. സംവാദത്തിന് പകരം അപവാദങ്ങളിലേക്ക് പലരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അറിയാത്തതിനെ ഭയക്കുകയും വെറുക്കുകയും ചെയ്യുന്ന പ്രവണത മനുഷ്യരാശിയുടെ വളർച്ചയുടെ പല ഘട്ടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും. ആ ഭയത്തെയും വെറുപ്പിനെയും അറിവ് കൊണ്ട് തരണം ചെയ്യാൻ കഴിയുമെന്ന് ചരിത്രം കാണിച്ചു തരുന്നുണ്ട് താനും. വസ്തുനിഷ്ഠമായ അറിവുകളാണ് ഉദാത്തമായ മാനവികതയിലേക്ക് നയിക്കുന്നത് എന്ന് നാം ഓർക്കണം. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള അറിവുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മാനവികതയെ പരിപോഷിപ്പിക്കാൻ കഴിയണം. അതിന് സർക്കാരുകളും സംഘടനകളുമെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. അതേസമയം തന്നെ മതത്തിൻ്റെ രാഷ്ട്രീയപരമായ ദുരുപയോഗത്തിനെതിരെ മതനിരപേക്ഷ ജനാധിപത്യവാദികളോടൊപ്പം വ്യത്യസ്ത മതവിശ്വാസികൾ ഒന്നിക്കേണ്ടതുമുണ്ട്. വിശാലമായ അർത്ഥത്തിലുള്ള ഒരു വിശ്വമാനവികത കെട്ടിപ്പടുക്കുന്നതിനുതകണം ഇതുപോലുള്ള സമ്മേളനങ്ങൾ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മുജാഹിദിൻ്റെ 10ാം
സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനം നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.